ലീഗിന്റെ സമ്മർദ്ദ തന്ത്രമാണോ എന്നറിയില്ല. ഇപ്പോൾ PMA സലാം പറഞ്ഞതായുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതായത് വി ഡി സതീശനല്ല KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി എങ്കിൽ ലീഗ് UDF വിടും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നതായി ചില മാധ്യമങ്ങളിൽ സൂചനകളാണ് കേട്ടോ, സ്ഥിരീകരിച്ച വാർത്തകളല്ല, എന്നാൽ പോലും സൂചനകളാണ്. ഇത് ലീഗിന്റെ ഒരു സമ്മർദ്ദ തന്ത്രമായി കണക്കാക്കപ്പെടുന്നില്ലേ? ഉണ്ട്. ഇതിനകത്ത് ഇപ്പം വി ഡി സതീശൻ ആവുകയാണെങ്കിൽ വി ഡി സതീശനെ മുൻനിർത്തി ലീഗിന് പിൻസീറ്റ് ഡ്രൈവ് നടത്താം എന്നുള്ള ചില അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. KC വേണുഗോപാൽ ആണെങ്കിൽ അത് നടക്കില്ല, അതുകൊണ്ടാണ് സതീശന് വേണ്ടി വാശി പിടിക്കുന്നത് ലീഗ് എന്നും പറയപ്പെടുന്നു. തുടക്കം മുതൽ തന്നെ സതീശന് ഒപ്പമാണ് ലീഗ്. ഇത് ഒരു മുന്നണി സംവിധാനത്തിന്റെ ഒരു പോരായ്മ തന്നെയാണ്. പരസ്പരമുള്ള ഒരു കോർഡിനേഷൻ, പരസ്പരമുള്ള ഇടപെടലുകൾ, പരസ്പരമുള്ള ചർച്ചകൾ, അത് സമ്പൂർണമായി വിജയം കാണുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്, എന്ന പ്രക്രിയ അതിസങ്കീർണമൊന്നുമല്ല. ഒരു നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നു. കോൺഗ്രസ് പാർട്ടിയാണ് സാധാരണഗതിയിൽ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി. അത് സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ മുതിർന്ന ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്നു, മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു, ക്യാബിനറ്റ് തീരുമാനിക്കുന്നു, ക്യാബിനറ്റ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു, പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. ഇത് പറയുമ്പോൾ എളുപ്പം കഴിഞ്ഞു, എന്നാൽ സങ്കീർണമാണോ എന്ന് ചോദിച്ചാൽ സങ്കീർണമല്ല. പക്ഷേ ഇവർക്കിത് വലിയ സങ്കീർണമായി മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല UDF എന്ന സംവിധാനമായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, മുന്നണിയായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. വടക്കൻ കേരളത്തിൽ എന്തായാലും ലീഗിന് ശക്തമായ സാന്നിധ്യമുണ്ട്. അതുപോലെ തെക്കൻ കേരളത്തിലും അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള സാന്നിധ്യം ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കുണ്ട്. കൊല്ലം ജില്ലയിലടക്കം നിരവധി മേഖലകളിൽ, തിരുവനന്തപുരം ജില്ലയുടെ ചില മേഖലകളിലടക്കം വലിയ സ്വാധീന ശക്തിയായി ലീഗ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഇപ്പോൾ 22 സീറ്റ് ഇതിനകത്ത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ 80 സീറ്റുണ്ട്. ഈ 80 സീറ്റ് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി അത് ഭരിക്കാനുള്ള കണക്കുകൾ പിശക് പറ്റിയെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും കോൺഗ്രസിനെ ഭരിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് കേൾക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ ഭരണ സംവിധാനം കേരളത്തിൽ വരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ലീഗ് മുന്നണി വിട്ടാലും വിട്ടില്ലെങ്കിലും ലീഗ് പറയുന്നത് സമാന ചിന്താഗതിക്കാരുമായി കൂട്ടുചേരും എന്നാണ്. LDF അല്ലാതെ വേറെ സമാന ചിന്താഗതിക്കാരും ഉണ്ട് എന്ന് തോന്നുന്നില്ല. എന്തായാലും NDAയുടെ കൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂട്ടുചേരും എന്നും തോന്നുന്നില്ല. ഇത്തരത്തിൽ ഉള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ വാർത്തകളും, ശരിയായ വാർത്തകളും തെറ്റായ വാർത്തകളും ഒക്കെ ഇങ്ങനെ പ്രചരിക്കുകയാണ്. ഇത് 1-2 ദിവസം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന പ്രശ്നമായിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത്. അതിനിടയിലൂടെ ഇത്തരം ചില വാർത്തകളും തെറ്റായ വാർത്തകളും ശരിയായ വാർത്തകളും ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇത് ഞാൻ സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ കണ്ട വാർത്തയാണ്. റിപ്പോർട്ടർ TVയുടെ ഒരു കാർഡ് ആണ് കണ്ടത്, PMA സലാമിന്റെ പ്രസ്താവനയായിട്ട് കണ്ടത്. പിന്നീട് മറ്റ് മാധ്യമങ്ങളൊന്നും ഇത് ഏറ്റെടുത്തോ ചർച്ച ചെയ്തോ കണ്ടില്ല. അതുകൊണ്ട് ആ വാർത്തയുടെ മറ്റു വശങ്ങളിലേക്ക് പോയില്ല. അപ്പം ലീഗ് പിൻസീറ്റ് ഡ്രൈവ് ആഗ്രഹിക്കുന്നുണ്ടോ? സതീശൻ തന്നെ വരണം എന്ന് ലീഗിന് എന്താണ് ഇത്ര നിർബന്ധം? തുടങ്ങിയ ചോദ്യങ്ങളും ഒക്കെ തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ മണിക്കൂറുകൾക്കുള്ളിൽ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാരായാലും. കാരണം ഒരുപാട് ഭരണപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, ഫോളോ അപ്പ് ചെയ്യാനുണ്ട്, പൂർത്തീകരിക്കാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ, സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ നിരവധിയുണ്ട്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ രൂപീകരിച്ച് പൂർത്തിയാക്കുക തന്നെയാണ് അഭികാമ്യം. നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം ഏതായാലും.